ദൈവം മനുഷ്യനായി വെച്ചതാണ്. ഇവിടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കോടതി ഉയരത്തിലുണ്ട് സ്നേഹിത. അത് മറക്കരുത്. ആ ദൈവത്തെ മറന്ന് ആ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് കർത്താവായ യേശു ക്രിസ്തു ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് അവൻ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അവൻ പ്രസംഗിക്കുന്ന ഞാനടക്കം, അവൻ ഈ ക്യാമറ എടുക്കുന്ന സ്നേഹിതരടക്കം, അവൻ സഞ്ചരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ നമ്മുടെ മരണം, ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. ഇതിലേതെങ്കിലും ഒന്ന് മനുഷ്യൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മരണം ഒരു കോമാളിയെ പോലെ ഏത് സമയത്താ കയറി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അവൻ കുടഞ്ഞു വീണ് മരണം. നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ കാര്യം? മനുഷ്യനെ ഏത് സമയത്തും മരണം ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. ഇവിടെ 70 or 80 വർഷം ജീവിക്കുന്ന സ്നേഹിത, ഇവിടെ സകല ആഡംബരത്തോടും സുഖലോലുമതയോടും ജീവിക്കുന്ന ഈ ജീവിതമല്ല കേട്ടോ യഥാർത്ഥ ജീവിതം. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എന്തെങ്കിലും നിത്യമായ സന്തോഷത്തിലേക്കോ അല്ലെങ്കിൽ നിത്യമായ മരണത്തിലേക്കോ ആവൻ സ്തോത്രം. ഇതിലേതെങ്കിലും 2 വഴി മാത്രമേ എന്നെ നിങ്ങളുടെ മുന്നിലുള്ളൂ. അവൻ നിത്യമായ സന്തോഷത്തിലേക്കുള്ള ഏക വഴി അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും നിത്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഗുരുക്കന്മാരും മതസംഹിതകളും അവൻ മറ്റു തത്വശാസ്ത്രങ്ങളും ഒക്കെ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അവൻ നിത്യമായ സന്തോഷം, നിത്യമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ഏതെങ്കിലും തത്വശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുങ്ങിയാൽ അവൻ നിങ്ങളെ എന്റെ അടുക്കൽ വന്നുകൊണ്ട് ഞാൻ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയെ ലോകം കണ്ടിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകത്തിരുന്നത് പോലെയല്ല, ലോകത്തിന് തരാനും കഴിയില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പാപത്തിന്റെ മോക്ഷം കർത്താവായ യേശുവിലൂടെ മാത്രമാണ് സ്നേഹിതരെ ദൈവം വെച്ചിരിക്കുന്ന. ആ പാപത്തിന്റെ മോക്ഷത്തിന് വേണ്ടി നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നോക്കൂ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പക്ഷപാതക്കാരനായ ഒരു മകനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്താ യേശു ചെയ്തത്? യേശു പറഞ്ഞൊരു കാര്യമുണ്ടെങ്കിൽ, മകനെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നു സ്നേഹിത, പാപത്തിന്റെ മോക്ഷം കൊടുക്കാമെന്ന് പറയുന്ന വേറെ ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ യേശു അത് ചെയ്തു. യേശു എന്റെ പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപത്തിലൂടെ അവന്റെ ജീവിതത്തിൽ വന്ന ആ പക്ഷാപാതം എന്ന ലോകത്തെ യേശു സൗഖ്യമാക്കി. ഇതാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശുവിന്റെ പ്രത്യേകത. ഒന്നാമത് യേശു തരുന്നത് പാപത്തിന്റെ മോക്ഷമാണ്. അടുത്തത് പാപത്തിന്റെ അനന്തര ഫലങ്ങളിലൂടെ തലമുറയായതിന്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ കാണുന്ന സകല പാപശാപ രോഗബന്ധനങ്ങളെ യേശു അഴിക്കും. യേശു പറഞ്ഞു, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രന്മാരാകും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയെ ഈ ലോകം കണ്ടിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നോക്കൂ, രോഗങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ട് അവിടുന്ന് ലോകത്തിന്റെ മേൽ അധികാരിയാണെന്ന് വെളിപ്പെടുത്തി. ഏത് രോഗമായ യേശു സൗഖ്യമാക്കാത്തത്? കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെകിടന്മാർക്ക് കേൾവി നൽകി, മുടന്തന്മാരെ അവൻ എഴുന്നേൽപ്പിച്ചു നടത്തി. മരിച്ച ഡെഡ്ബോഡികളെ ഉയർപ്പിച്ചുകൊണ്ട് അവൻ ജീവന്റെ നായകനാണെന്ന് അവൻ വെളിപ്പെടുത്തി. ലാസർ, യായിറോസിന്റെ മകൾ, ഇങ്ങനെ തുടങ്ങിയ അനേക വ്യക്തിത്വങ്ങൾക്ക്, മരിച്ച ഡെഡ്ബോഡികൾക്ക് ജീവൻ കൊടുത്ത ഒരൊറ്റ നിശ്ചിത വ്യക്തിത്വമേ ഉലകം കണ്ടിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രകൃതി ശക്തിയോട് കാറ്റ്, കടല് അടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ലോകത്തിന്റെ മേൽ, പാപത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, സകലത്തിന്റെ മേലും ജയമെടുത്തുകൊണ്ട് ഇന്നും അവിടുന്ന് നിത്യസ്വർഗത്തിൽ വാഴുകയാണ്. എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ ഘോരമായിട്ട് പ്രസംഗിക്കുന്നത് അറിയാമോ? ഒരു കാലത്ത് മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായി ആത്മഹത്യക്ക് വേണ്ടി റെയിൽവേ പാളം തിരക്കി നടന്നവനാണ്. കൊയിലാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പല ട്രെയിനുകൾക്ക് തലവയ്ക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ച രാത്രിയുണ്ട്. പാപത്തിന്റെ ഭാരവും പോയി നിരാശനായി
ആത്മഹത്യ ചിന്തയുമായി നടന്നൊരു സമയത്ത് നിങ്ങൾ ഈ കേൾക്കുന്ന പോലെ ഒരു സുവിശേഷത്തിന്റെ സന്ദേശം കേട്ടതാ മാന്യ സ്നേഹിതരെ എന്റെ ജീവിതം മാറി പറയാൻ കാരണം. ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല. യേശു മതം സ്ഥാപിക്കാൻ വന്നിട്ടില്ല. യേശു ഒരു മതസ്ഥാപകനല്ലേ അല്ല. യേശു സർവമാനവരാശിയുടെ രക്ഷകനാണ്, പാപത്തിന്റെ വിമോചകനാണ്. നിത്യമായ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കാൻ സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഈ താഴലോകത്തിലേക്ക് വന്ന ഒറ്റ വ്യക്തിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് ഈ ലോകത്തിൽ വന്നത്. ഇത്ര ഘോരമായ മരണം അവിടുന്ന് വഹിച്ചത് അതിനു വേണ്ടിയാണ്.